ലണ്ടന് പിന്നാലെ യുഎസിലെ സാൻ ഫ്രാൻസിസ്കോയിലും കേന്ദ്ര സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ചും പ്രധാനമന്ത്രിയെ പരിഹസിച്ചും രാഹുൽ ഗാന്ധി. പ്രധാനമന്ത്രി അറിവുള്ളവനായി നടിച്ച് ശാസ്ത്രജ്ഞരെയും സൈനികരെയും വരെ ഉപദേശിക്കുന്നു എന്നായിരുന്നു പരിഹാസം. പ്രപഞ്ചത്തെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ദൈവത്തിന് വരെ പ്രധാനമന്ത്രി ഉപദേശിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ ശക്തമായാണ് ബിജെപി കേന്ദ്രങ്ങൾ പ്രതിഷേധിച്ചത്. വിദേശത്ത് പോയി രാഹുൽ ഗാന്ധി വീണ്ടും ഇന്ത്യയെ അപമാനിച്ചെന്നാണ് ബിജെപിയുടെ ആരോപണം. രാഹുൽ ഗാന്ധിയുടെ സന്ദർശനത്തിനെതിരെ ഖലിസ്ഥാൻവാദികൾ സാൻ ഫ്രാൻസിസ്കോയിൽ പ്രതിഷേധിച്ചു. 10 ദിവസത്തെ സന്ദർശനത്തിനായാണ് രാഹുൽ ഗാന്ധി ഇന്നലെ അമേരിക്കയിലെത്തിയത്. ആദ്യ ദിനം സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു പൊതുപരിപാടി. സാൻ ഫ്രാൻസിസ്കോയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യവെയാണ് കേന്ദ്ര സർക്കാരിനെയും ബിജെപിയെയും പ്രധാനമന്ത്രിയെയും രൂക്ഷമായി വിമർശിച്ചത്. ബിജെപിയുടെ അല്പതരത്തിന്റെയും മറ്റുള്ളവരുടെ അഭിപ്രായം കേൾക്കാൻ അവർ തയ്യാറല്ല എന്നതിന്റെയും തെളിവാണ് പ്രധാനമന്ത്രിയുടെ ഉപദേശ പരിപാടികളെന്നായിരുന്നു രാഹുലിന്റെ പരിഹാസം. And at the heart of it is mediocrity. That they actually don't understand anything. Because in life you cannot understand anything if you're not ready to listen. ബിജെപി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് ജനങ്ങളെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും അധികാരം ദുർവിനിയോഗം ചെയ്യുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ജനങ്ങളുമായി സംവദിക്കാനുള്ള മാർഗങ്ങളെല്ലാം ബിജെപിയുടെ നിയന്ത്രണത്തിലായതോടെയാണ് ഭാരത് ജോഡോ യാത്ര വേണ്ടിവന്നതെന്നും രാഹുൽ പറഞ്ഞു. There's something, the biggest lesson I learned from Bharat Jodo Yatra, that there is something to learn from everybody. രാജ്യത്തെ ദരിദ്രരും പിന്നാക്ക സമുദായത്തിലുള്ളവരും ഇന്ന് നിസ്സഹായരാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ ഇന്ത്യൻ ജനത വിശ്വസിക്കുന്നില്ല. സംവിധാനത്തെയും മാധ്യമങ്ങളെയും നിയന്ത്രിക്കുന്ന ഒരു ചെറു സംഘം ആളുകളാണ് വെറുപ്പിന്റെ കനൽ ആളിക്കത്തിക്കുന്നതെന്ന് പറയാനും രാഹുൽ മടിച്ചില്ല. They don't believe in hating each other. They don't believe in killing each other. This is a small group of people who have got control of the system, who've got control of the media, and who are fully supported by, big money. Right? But this is not the large mass of Indian people. രാഹുൽ ഗാന്ധിയുടെ വിമർശനത്തിനെതിരെ ശക്തമായാണ് ബിജെപി പ്രതികരിച്ചത്. ഇതാദ്യമായല്ല രാഹുൽ വിദേശ മണ്ണിൽ ഇന്ത്യയെ അപമാനിക്കുന്നതെന്നായിരുന്നു കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറിന്റെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ദ ബോസ് എന്ന് വിശേഷിപ്പിച്ചത് അംഗീകരിക്കാനുള്ള മടിയാണ് രാഹുലിന്റെ പ്രസംഗത്തിൽ വ്യക്തമാകുന്നതെന്ന് അനുരാഗ് ഠാക്കൂർ ആരോപിച്ചു. राहुल गांधी जी की हर विदेश यात्रा भारत का अपमान करने में कहीं पीछे नहीं रहती और इस बार की प्रायोजित ये विदेश यात्रा भी उसी दिशा में है जहां वो अपमान तो प्रधानमंत्री मोदी जी का करना चाहते हैं, लेकिन अंत में देश का अपमान करने से नहीं हटते। पूर्व में भी आप देखें, वो भारत को एक राष्ट्र ही नहीं मानते, वो तो राज्यों का संघ कहते हैं. സാൻ ഫ്രാൻസിസ്കോയിൽ മുഹബത്ത് കി ദുകാൻ എന്ന പേരിട്ട പൊതുപരിപാടിയിലാണ് രാഹുൽ സർക്കാരിനെതിരെ ആഞ്ഞടിച്ചത്. ഈ പരിപാടിയിൽ രാഹുൽ ഗാന്ധിക്കെതിരെ ഖലിസ്ഥാൻവാദികൾ മുദ്രാവാക്യം വിളിക്കുകയും ബാനറുകൾ ഉയർത്തുകയും ചെയ്തു. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് സംഘടിപ്പിക്കുന്ന വിവിധ പൊതുപരിപാടികളിൽ രാഹുൽ ഗാന്ധി വരും ദിവസങ്ങളിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18.